ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഐബ്രോ പെൻസിൽ വെച്ച് ഡിഫൈൻ ചെയ്യേണ്ടത് അതിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ രണ്ടറ്റം ആദ്യം ശ്രദ്ധിക്കുക. അവിടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് നോക്കി, ഈ രണ്ടറ്റവും പിന്നെ ഈ എഡ്ജും. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ആദ്യം ഒന്ന് ഡാർക്കൻ ചെയ്യുക, പിന്നെ ഈ ഭാഗത്തുനിന്ന് ഡാർക്കൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ എഡ്ജിൽ ജസ്റ്റ് ഒന്ന്, പിന്നെ ഒരു സൈഡ് തിക്നെസ് കൂടുതലും ഒരു സൈഡ് തിക്നെസ് കുറവാണ്, പിന്നെ ഈ അറ്റം ലെങ്ത്ത് കുറവാണ്. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് എൻ്റെ ഐബ്രോസിന്. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇതാക്കി ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ ഈ താഴെ, പിന്നെ ഇപ്പുറത്തെ സൈഡിലും താഴെ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഐബ്രോസ് അധികം ഡാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും കൂടെ വരച്ച് വെക്കും. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ബിക്കോസ് എൻ്റെ ഐബ്രോസ് കുറച്ച് തിക്കും ഡാർക്കുമാണ്. അതുകൊണ്ട് ഞാൻ ഈ നടുക്കത്തെ ഭാഗത്ത് ഇങ്ങോട്ട് ഞാൻ ഒന്നും വരുന്നില്ല. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഈ സ്പൂളി വെച്ചിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, സ്പൂളിയുള്ള ഐബ്രോ പെൻസിൽ വേണം എടുക്കുക. എന്നാലും നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കോംബ് ചെയ്താലേ ഐബ്രോസ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഇങ്ങനെ സ്പൂളി വെച്ചിട്ട്, ഇതിനെ സ്പൂളി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഐബ്രോസ് അറ്റത്ത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കാം. ഇവിടെ ഇച്ചിരി ലൈറ്റ് ആണെങ്കിൽ എൻ്റെ ഇവിടെ ഇച്ചിരി ലൈറ്റ്, അതുകൊണ്ട് ഇവിടെയും കൂടെ ഞാൻ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള പോർഷൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ പെൻസിൽ വെച്ച് ഒന്ന് ഡാർക്കൻ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഇപ്പോൾ തന്നെ കാണാമല്ലോ അല്ലേ. എന്നിട്ട് അതിന് ശേഷം ഇവിടെയും കൂടെ നന്നായിട്ട് ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റം, അതിന് മുമ്പ് ഞാൻ അത് വിട്ടു, അതിന് മുമ്പ് നിങ്ങൾ ഈ അറ്റം ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക ലെങ്ത്ത് കൂട്ടാനായിട്ട്. ഇവിടെ ലൈറ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരുപാട് ഡാർക്കും അല്ല, ബട്ട് ഒരുപാട് ലൈറ്റായിട്ടും ഇരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഐബ്രോസ് ഡ്രോ, ചിലവർ നന്നായിട്ട് ഫുൾ ഡാർക്ക്, അങ്ങനെ ഫുൾ ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ നല്ല വിയേർഡായിട്ടിരിക്കും, നിങ്ങൾ ഐബ്രോസ് കണ്ടാൽ പേടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ, അതൊരു വലിയ മിസ്റ്റേക്കാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കാതെ, ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ, വളരെ ലൈറ്റായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡാർക്കൻ ചെയ്യാം. എന്നാലും ഫുൾ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. ബ്ലാക്ക് എടുക്കുമ്പോഴാണ് ഒത്തിരി വിയേർഡായിട്ട് വൾഗറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഐബ്രോസ്. പക്ഷേ ഈ ബ്രൗൺ ഐബ്രോ പെൻസിൽ എടുത്താൽ അധികം വൾക്കറായിട്ട് തോന്നാതെ നിങ്ങൾ നല്ല തിക്ക് ഐബ്രോസ്, ഡാർക്ക് ഐബ്രോസ് ഉള്ളവർ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഐബ്രോസ് ഡിഫൈൻ ചെയ്യേണ്ടത്. പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഐബ്രോസ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഐബ്രോ റേസർ കിട്ടില്ല, ഐബ്രോ റേസർ വെച്ചിട്ട് കറക്റ്റായിട്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഷേവ് ചെയ്ത് നല്ല ഷേപ്പ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ. അടുത്ത വീഡിയോ കാണാം. ബൈ.